ഈശോയുടെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു 3 വർഷക്കാലം കൊണ്ട് തൻ്റെ പരസ്യജീവിതം വഴി ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്ന, അതുപോലെ തന്നെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള സവിശേഷമായ മാതൃകയും നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഒരു ശിശുവായി കുരിശിൽ തന്നെ സമർപ്പിക്കുന്നതാണ് ക്രിസ്തു രഹസ്യം. അവൻ 3 വർഷങ്ങൾ കൊണ്ട് എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു. ഉണങ്ങിയ കുടങ്ങളും ചതഞ്ഞ ഞാങ്ങണകളും വരണ്ട വീഞ്ഞുപാത്രങ്ങളും ഒട്ടിയ വയറുകളും കലങ്ങിയ കണ്ണുകളും നനഞ്ഞ കവിളുകളും താളം പിഴച്ച ഹൃദയങ്ങളും അളിഞ്ഞ ദേഹങ്ങളും കെട്ടുപോയ കണ്ണുകളും വികൃതമായ കൈകാലുകളും പിശാചു കയറിയ ജീവിതവും കുറ്റുകാരനെയും തള്ളിപ്പറച്ചിലുകാരനെയും വഴിയോരങ്ങളിൽ തന്നെ ഉപേക്ഷിച്ചു പോയവരെയും കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്. ആ കണ്ണുനീരാൽ എൻ്റെ ശിരസിലും കഴുത്തിലും പുറത്തും ദയയുടെ തലോടൽ ഒരു പാപിയുടെ അവകാശമായി നാം കൊണ്ടു നടക്കാറുണ്ട്. ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. വിരലുകളിൽ മുറുകെ പിടിച്ച് ആ മടിയിൽ മുഖമമർത്തി ഏങ്ങലടിച്ച് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കെല്ലാവർക്കും മനസ്സിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സംഭവിക്കുന്ന അത്ഭുത രോഗശാന്തികളെ പ്രതി കുതിച്ചു ചാടി ദൈവസ്തുതി പാടുന്ന മനുഷ്യരുടെ പാദമർദ്ദനങ്ങളെ വല്ലാതെ നിർവൃതിയോടെയാണ് അവർ നെഞ്ചേറ്റുന്നത്. പാവം നരജന്മങ്ങളുടെ കണ്ണീര് വീണ് കുതിർന്ന മണ്ണിൽ സുഖലബ്ധിക്ക് ശേഷം അവർ നടത്തുന്ന ആഹ്ലാദവായ്പിൻ്റെ ചടുല ചലനങ്ങൾ അവരുടെ സഫലമായ നനവുകളുടെ നൃത്താവിഷ്കാരമാണ്. ബെത്സയിദ കുളക്കരയിലെ പുൽനാമ്പുകളുടെയും മണൽത്തരികളുടെയും സാക്ഷ്യം പറച്ചിലുകൾക്ക് അറുതിയില്ല. അതെ, അവിടെ സംഭവിക്കുന്ന അത്ഭുത രോഗശാന്തികൾക്കും അറുതിയില്ല. അത്ഭുത പുഷ്പങ്ങൾ വിരിഞ്ഞുയരുന്ന ആ ജലാശയത്തിൻ്റെ കടവിൽ തളർവാദ രോഗിയായ മനുഷ്യൻ വന്നത് ഉറച്ച മനസ്സോടെയും വലിയ പ്രതീക്ഷകളോടെയുമാണ്. സുഖപ്പെടണം, എണീറ്റ് നടക്കണം, വേല ചെയ്ത് ജീവിക്കണം, അന്തസ്സായി മരിക്കണം. പക്ഷേ 38 വർഷങ്ങളായി കാത്തുകെട്ടി കിടപ്പ് തുടങ്ങിയിട്ട് തളർന്നു പോയ ശരീരം സുഖപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയും ധൈര്യവും ബലവും ഉണ്ടായിരുന്ന മനസ്സുകൂടി തളർന്നു. തളരാത്ത ശരീരത്തിലെ തളർന്ന മനസ്സുകൾ പ്രതീക്ഷ നശിച്ചവരാണ്. തളർന്ന ശരീരങ്ങളിൽ തളരാത്ത മനസ്സുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. തളർന്ന ശരീരത്തിൽ മനസ്സുകൂടി തളർന്നാലോ ജീവച്ഛവമാകും. ജീവച്ഛവം എന്നാൽ എന്താ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥ. ബെത്സയിദയിലെ നിർഭാഗ്യവാന്മാരിൽ ഒരാൾ ഇത്തരക്കാരനായിരുന്നു. പണ്ടെങ്കോ ശരീരം തളർന്നിരുന്നു. സൗഖ്യം തേടി ഈ അത്ഭുത തീർത്ഥക്കരയിൽ എത്തിയിട്ട് മനസ്സുകൂടി തളർന്നു. മനസ്സ് തളർന്നതിൻ്റെ കാരണം വ്യക്തമാണല്ലോ. കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. യോഹന്നാൻ 5:7. സകലരോടും പരിഭവം പ്രഖ്യാപിച്ച ആ മറുപടിയിലൂടെയാണ് തളർന്ന മനസ്സിൻ്റെ അവശരൂപം നമ്മുടെ ചിന്തയുടെ ചുമരുകളിൽ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. രോഗം തളർത്തിയത് അയാളുടെ ശരീരത്തെ മാത്രമാണ്. എന്നാൽ തെളിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന പ്രത്യാശയുടെ തിരുനാളത്തെ തല്ലിക്കെടുത്തിയത് ലോകമാണ്. കരിന്തിരിയുടെ പുകമണമായിരുന്നു ആ സങ്കടഹർജിക്ക്. കർത്താവേ, എനിക്ക് ആരുമില്ല. രോഗം ശരീരത്തെയും മനസ്സിനെയും തളർത്തിയ നിർഭാഗ്യവാൻ, അവനെ പ്രതി ഇനി ആരും കരയാൻ മെനക്കെടണ്ട. വിധിക്കോ രോഗങ്ങൾക്കോ ഭൗതിക സാഹചര്യങ്ങൾക്കോ ദാരിദ്ര്യത്തിനോ വൈകല്യങ്ങൾക്കോ തളർത്താൻ കഴിയാതിരുന്ന മനഃശക്തിയെ സഹജീവികളായ മനുഷ്യർ തളർത്തിയത് പോരടിച്ചല്ല, ഉപദ്രവിച്ചല്ല, അവഗണിച്ച് ഉപേക്ഷിച്ചാണ്. സുഖപ്പെടണമെന്നും തിരികെ പോകണമെന്നുമുള്ള ആശകൾ പൂർവ്വകാലത്തിൻ്റെ അടുക്കുകൾക്കിടയിൽ എന്നോ ചിതലരിച്ചുപോയി. കുളക്കരയിലെ പൊടിമണ്ണിൽ എവിടെയോ എപ്പോഴോ പൂണ്ടുപോയി ആ ജീവിതാശ. അതുകൊണ്ടാണ് ചോദ്യത്തിന് നിരക്കാത്ത ഉത്തരം പറഞ്ഞുകൊണ്ട് അവൻ മിഴികൾ ശൂന്യതയിലേക്ക് അയച്ചത്. ചോദ്യം ഇതായിരുന്നു: സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദിക്കുന്നത് യേശു. ഉത്തരം: എനിക്ക് ആരുമില്ല തമ്പുരാനെ. ഇനി എന്തിനാ സുഖപ്പെടുന്നത്? സുഖപ്പെട്ടിട്ട് എങ്ങോട്ട് പോകാനാ? ആരാ കാത്തിരിക്കുന്നത്? ആർക്കാണിനി ഈ ഉള്ളവന് വേണ്ടത്? ആരുമില്ലാത്തവർക്ക് ആലംബമാകാനാണ് അവിടുന്ന് വന്നത്. ജനസഞ്ചയങ്ങൾക്കിടയിലെ ഒറ്റപ്പെട്ട കരച്ചിലുകളുടെ ഉറവിടങ്ങൾ തേടിയാണ് അവിടുന്ന് നടന്നത്. അന്ന് നടന്നതും ഇന്ന് നടക്കുന്നതും. അതിന് ഭരമേൽപ്പിക്കപ്പെട്ട സഭയിലെ, തിരുസഭയിലെ കർത്താവിൻ്റെ കരങ്ങളും കാലുകളും ആയിട്ടുള്ള നാം ഓരോരുത്തരും പാവപ്പെട്ടവരെ ഓർക്കണം, പരിഗണിക്കണം എന്നുള്ള അവിടുത്തെ തിരുവചനം ശ്രവിക്കേണ്ടവരാണ്, അനുസരിക്കേണ്ടവരാണ്. ആരും ഇല്ലാത്തവർക്ക് ആലംബമാകാനുള്ള നമ്മുടെ വിളി ഈ ക്രിസ്തുമസിൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ഓർക്കാം. കാരണം പലവിധ കാരണങ്ങളാൽ കരയുന്നവരെ ആ 3 വർഷം കൊണ്ട് കണ്ടവനാണ് ക്രിസ്തു, തൊട്ടവനാണ് ക്രിസ്തു. അവൻ്റെ സഞ്ചാരങ്ങൾ രക്തസ്രാവക്കാരിക്കും കൂനുള്ള സ്ത്രീക്കും തൊടത്തക്ക വിധം പാകത്തിലുള്ളവയായിരുന്നു. സ്പർശിക്കത്തക്ക വിധം
സൗഖ്യപ്പെടത്തക്ക രീതിയിൽ പാകത്തിലുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടിയ വയറും ചതഞ്ഞ ഞാങ്ങണകളും വെളിച്ചം കെട്ടുപോയ കണ്ണുകളും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാവിധ വഴികളിൽ വിഷമിക്കുന്നവരുടെ സങ്കടങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ ഈ ക്രിസ്തുമസ് നമ്മെ പ്രാപ്തരാക്കട്ടെ. ആമേൻ.